ഈ വീഡിയോയിൽ കൂടി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സെക്കൻഡറി സെല്ലിൻ്റെ ആംബിയർ അവർ കപ്പാസിറ്റിയെ പറ്റിയാണ്. ഏവർക്കും നാദ് ഇലക്ട്രിക്കൽ അക്കാഡമിയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആംബിയർ അവർ കപ്പാസിറ്റി ഓഫ് എ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണ രീതിയിൽ ബാറ്ററിയിൽ ആംബിയർ അവർ കപ്പാസിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇവിടെ കറണ്ട് സപ്ലൈയിങ് കപ്പാസിറ്റി ഓഫ് എ സെക്കൻഡറി സെൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ആംബിയർ അവറിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. കറണ്ട് കപ്പാസിറ്റി, ഒരു ബാറ്ററിക്ക് എത്ര കറണ്ട് എത്ര സമയത്തേക്ക് കൊടുക്കാൻ കഴിയും എന്ന് രേഖപ്പെടുത്തുന്നതാണ് ആംബിയർ അവർ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രോഡക്റ്റ് ഓഫ് ദ കറണ്ട് ആംബിയറിലും ആൻഡ് ദ ടൈം അവറിലും ഇവ തമ്മിലുള്ള പ്രോഡക്റ്റിനെയാണ് ആംബിയർ അവർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുന്നത് AH എന്നാണ്. നെക്സ്റ്റ് Q ഈസ് ഈക്വൽ I ഇൻറ്റു T. Q എന്ന് പറയുന്നത് കപ്പാസിറ്റി, I എന്നുള്ളത് കറണ്ട് ഇൻ ആംബിയർ, T എന്നുള്ളത് ടൈം ഇൻ അവേഴ്സ്. ആംബിയർ അവർ കപ്പാസിറ്റി ഓഫ് സെല്ലിനെ പറ്റി കൂടുതൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ആംബിയർ A യൂണിറ്റ് ഓഫ് ദ കറണ്ട് I ആണ്. ഹവർ H, അത് വേണം നമുക്ക് ഹവറിൽ പറയാം. മിനിറ്റ് M, അല്ലെങ്കിൽ നമുക്കതിനെ സെക്കൻഡിൽ പറയാം S. ടൈം T. ആംബിയർ അവർ ഈസ് ഈക്വൽ, അതിന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയുന്നത് AH എന്നാണ്. നെക്സ്റ്റ് Q ഈസ് ഈക്വൽ ഇലക്ട്രിക്കൽ ചാർജ്. ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ചാർജ് കപ്പാസിറ്റിയാണ്. ഈ ചാർജ് കപ്പാസിറ്റി ഈസ് ഈക്വൽ കറണ്ട് ഇൻറ്റു ടൈം. നെക്സ്റ്റ് I ഇൻറ്റു T, അത് തന്നെ I ഷോർട്ട് ഫോമിൽ എഴുതുന്നതാണ് A. കറണ്ടിൻ്റെ I ഷോർട്ട് ഫോമിൽ എഴുതുന്ന Aയും ടൈം Hഉം ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് A ഇൻറ്റു H. ഹൗ മച്ച് ഇലക്ട്രിക്കൽ ചാർജ് ഈ സ്റ്റോർ ഇൻ ദ ബാറ്ററി എന്നാണ് നമുക്കതുകൊണ്ട് Q കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ബാറ്ററി ഹാസ് എ ഏജ് കപ്പാസിറ്റി ഓഫ് എ 100 ആംബിയർ അവർ. അതായത് 100 ആംബിയർ അവറുള്ള ഒരു ബാറ്ററി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ ഈ ബാറ്ററി സെക്കൻഡറി ബാറ്ററിയിലൊക്കെ 100 ആംബിയർ 150 ആംബിയർ എന്നൊക്കെ എഴുതിയുണ്ടാകും, AH എന്ന് എഴുതിയിട്ടുണ്ടാകും. അങ്ങനെ 100 അല്ലെങ്കിൽ 100 AH എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാറ്ററിയുടെ കാര്യമാണ് നമ്മളിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. Then it indicates that the battery supply a current of 10 ampere for 10 hours. എന്ന് പറഞ്ഞാൽ ഈ 100H ബാറ്ററി 10 ആംബിയർ കറണ്ട് 10 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് സപ്ലൈ ചെയ്ത് കിട്ടും. അതേ സമയത്ത് ഈ സെയിം ബാറ്ററി 5 ആംബിയർ കറണ്ട് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എങ്കിൽ അതുകൊണ്ട് നമുക്ക് 20 മണിക്കൂർ ഉപയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ സെയിം ബാറ്ററി 2 ആംബിയർ കറണ്ടാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50 മണിക്കൂർ നമുക്ക് ഈ ബാറ്ററിയെ ഉപയോഗിക്കാൻ കഴിയും. അതിനെ തന്നെയാണ് നമുക്ക് താഴെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. Q ഈസ് ഈക്വൽ I ഇൻറ്റു T. Q ഈസ് ഈക്വൽ 100 ആണ് എങ്കിൽ 100 ഈസ് ഈക്വൽ 10 ആംബിയർ ഇൻറ്റു 10 ഹവർ. അത് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 100 AH ഉള്ളൊരു ബാറ്ററി 10 ആംബിയർ വെച്ച് 10 മണിക്കൂർ ഉപയോഗിക്കാം. അതേ ബാറ്ററി തന്നെ നമുക്ക് 100 AH ഉള്ളൊരു അതേ ബാറ്ററി തന്നെ 5 ആംബിയർ വെച്ച് മാത്രമേ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ 20 മണിക്കൂർ ഉപയോഗിക്കാൻ കഴിയും. സെയിം ബാറ്ററി 100 AH ഉള്ള സെയിം ബാറ്ററി നമുക്ക് 2 ആംബിയർ മാത്രമേ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ 50 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വളരെ വ്യക്തമായത് മനസ്സിലാക്കണം. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്.
ബാറ്ററിയുടെ കപ്പാസിറ്റി ഓഫ് ദ സെൽ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. താഴെ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി നിലനിൽക്കുന്നത്. ഫസ്റ്റ് വൺ, ദ നമ്പർ ആൻഡ് സൈസ് ഓഫ് ദ പ്ലേറ്റ് യൂസ് ഇൻ ദ സെൽ. ഈ ബാറ്ററിക്കകത്തുള്ള സെല്ലുകളുടെ നമ്പറും അവയുടെ സൈസിനെ ആശ്രയിച്ച് ഇതിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ കഴിയും. അടുത്ത നോക്കുന്നത് ദ റേറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദ സെൽ. മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്ചാർജ്, അതിൽ നിന്ന് കൂടുതൽ കറണ്ടിനെ നമ്മൾ വെളിയിലെടുക്കുമ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്ക് ഈ ബാറ്ററിയെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് നോക്കുന്നത് ക്വാണ്ടിറ്റി ആൻഡ് ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രോപ്ലേറ്റ് പ്രസൻസ് ഇൻ ദ സെൽ എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ സൾഫൂറിക് ആസിഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെയും അതിന് ആ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ക്വാണ്ടിറ്റിയെയും ആശ്രയിച്ചാണ് അടുത്ത സ്റ്റേജ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഓഫ് ദ സെൽ. ഈ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ ഈ ബാറ്ററിക്ക് ലൈഫ് കുറവായിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൂടാതെ വളരെ ശ്രദ്ധിക്കണം. ദ കണ്ടീഷൻ ഓഫ് ദ സെൽ. കണ്ടീഷൻ ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് വളരെ ക്ലീൻ ആയിരിക്കണം. പെർഫെക്റ്റ് മെയിൻ്റെനൻസ് ഉണ്ടായിരിക്കണം ഈ ബാറ്ററിക്ക്. പെർഫെക്റ്റ് മെയിൻ്റെനൻസ് ഒക്കെ ഉള്ള ബാറ്ററിക്ക് ലൈഫ് വളരെ കൂടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നാദ് ഇലക്ട്രിക്കൽ അക്കാഡമി.